ഇന്ന് പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1 Peter chapter 1 verses 6 to 12 6 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നെ ഇന്ന് ഒരാൾ വാക്യങ്ങൾ വായിച്ചെന്ന് സഹായിക്കണം. 1 Peter chapter 1 verses 6 to 12. Somebody can read and help me please. ഒരു മൈക്രോഫോൺ കൊടുക്കാമോ ആർക്കെങ്കിലും? Yeah. പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്ത മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച് പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ആത്മാവ് ക്രിസ്തുവിനെ വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. വളരെ വളരെ ശ്രേഷ്ഠകരമായ, വളരെ ഗൗരവമേറിയ ആശയങ്ങൾ അടങ്ങിയിരിക്കുന്ന, സത്യങ്ങൾ അടങ്ങിയിരിക്കുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം വേഗത്തിലൊന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ നിർത്താം. കഴിഞ്ഞ ആഴ്ച ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിരുന്നു. ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച് they were under severe persecution. അവർ വളരെ അഗ്നി പരിശോധനയിലൂടെ കടന്നു പോകുമായിരുന്നു. അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു മാർഗവുമില്ല. In that severe context, God used Peter to write 2 epistles to the entire churches. നിങ്ങൾ ഇന്ന് ട്രാൻസ്ലേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കാര്യം പറയാം. നിങ്ങളൊന്ന് എന്നെ ശ്രദ്ധിച്ചേട്ടെ. അതായത് വളരെ കഷ്ടതയിലൂടെ പോകുന്ന ഒരു ഫാമിലിയോട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. വളരെ കഷ്ടതയിലൂടെ പോകുന്ന ഒരു ഫാമിലിയോട്, വളരെ വേദനയിലൂടെ പോകുന്നൊരു സഭയോട് നമ്മൾ ചെന്ന് എന്ത് പറഞ്ഞായിരിക്കും ആശ്വസിപ്പിക്കുന്നത്? എൻ്റെ കൂടെ ഒന്ന് കുടിക്കേ. നമ്മൾ ചെന്ന് ഇപ്പം നമ്മളൊരു വീട് വളരെ വേദനയിലൂടെ പോവുക. കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്നൊരു വീടാണ്. കർത്താവിനെ ആത്മാർത്ഥമായിട്ട് ആരാധിക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു വീട്, ഒരു സഭ വളരെ ക്രൈസിസിലൂടെ പോകുമ്പം നമ്മൾ അവരോട് ചെന്ന് ഏതെല്ലാം വാക്യങ്ങൾ പറഞ്ഞായിരിക്കും ആശ്വസിപ്പിക്കുക? നമ്മൾ പറയും കർത്താവ് കൈവിടത്തില്ല. ഓഫ് കോഴ്സ് കർത്താവ് നമ്മളെ കൈവിടത്തില്ല. കർത്താവ് നമ്മളെ നടത്തും. കർത്താവ് നമ്മളെ കരം പിടിക്കും. കർത്താവ് നമ്മളെ അക്കരെ എത്തിക്കും. നമുക്ക് തിരുവഴുത്തിനകത്ത് നമുക്കറിയാവുന്ന ഈ നിലയിലുള്ള വാക്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. ശരിയാണെന്ന് ഞാൻ പറയുന്ന കാര്യം. പക്ഷേ നിങ്ങൾ നോക്കണേ, പീറ്റർ എഴുതുന്നത് ഇതുപോലെ സിവിയറായ, അതികഠിനമായ, നാളെ ജീവിക്കാൻ പറ്റുമോ എന്ന് യാതൊരു നിലയിലും അറിയാൻ കഴിയാത്ത ഒരു വലിയ ഗ്രൂപ്പ് ചില സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന സഭകളോട് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ പറയുകയാണ്, ദൈവം നിങ്ങളെ ഈ നിലയിൽ സഹായിക്കുമെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ എവിടെയും വായിക്കുന്നുണ്ടോ വാക്യം? നമ്മൾ ഈ വായിച്ച വാക്യങ്ങൾക്കകത്ത് നമ്മൾ തൽക്കാലം കൊടുക്കുന്ന ഒരാശ്വാസവാക്യങ്ങളുമില്ല. എൻ്റെ ഒപ്പം ഉണ്ടോ? എന്നിട്ട് അവരോട് പറയുന്നത് എന്നാണെന്നറിയാമോ? നിങ്ങൾക്ക് ലഭിച്ച ഈ രക്ഷ എത്ര വലുതാണെന്ന് കാണണം. നമ്മൾ ഈ രക്ഷയെന്ന് കേൾക്കുമ്പോഴേ, ഡോക്ടറിന്ന് കേൾക്കുമ്പോഴേ നമ്മൾ പറയും ബോറാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം കണ്ടോ, അവർ വേദനയിലൂടെ പോവുക. അവരോട് പറയുക, നിങ്ങൾ വേദനപ്പെടണ്ട, നിങ്ങൾ കർത്താവിനെ നോക്കണം, നിങ്ങളുടെ രക്ഷയെ നോക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന ആ ആത്മീയ രക്ഷയിലേക്ക് ദൂതന്മാർ വരെ കുനിഞ്ഞു നോക്കുകയാണെന്ന് കണ്ടോ. തിരുവെഴുത്ത് ഏത് പെർസ്പെക്റ്റീവിലാണ് എഴുതിയേക്കുന്നതെന്ന് കണ്ടോ. ഇനി നിങ്ങൾ പറയുമായിരിക്കും ഇത് പീറ്റർ പറഞ്ഞ കാര്യം, യേശു പറഞ്ഞ കാര്യമല്ലെന്ന്. വളരെ തെറ്റാണ്. ആ നറേറ്റീവ് നിർത്തണം.
പീറ്റർ പറഞ്ഞ കാര്യമേ ഇല്ല. പീറ്ററിനോട് യേശു പറഞ്ഞ് പീറ്റർ എഴുതി, അത്രേ ഉള്ളൂ. മനസ്സിലാകുന്നോ? യേശു ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ലല്ലോ. പീറ്ററിനോട് ത്രിയേക ദൈവം പറഞ്ഞു, ആസിയിലും ബിഥുന്യയിലും കപ്പദോക്യയിലും അല്ലെങ്കിൽ ഇങ്ങനെ ചിതറിപ്പാർക്കുന്ന സഭകൾക്ക് ദേ ഇന്ന 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 കാര്യം എഴുതണം, ഈ കാര്യങ്ങൾ എഴുതി അയക്കണം. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കോണ്ടെക്സ്റ്റ്. പക്ഷേ സങ്കടം എന്ന് പറയട്ടെ, നമ്മൾ പല നിലയിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. കാരണം നമുക്ക് നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ആ ആനന്ദത്തെക്കാൾ താൽക്കാലിക ആശ്വാസം നൽകി നമ്മളെ രക്ഷിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സർമൺ കേട്ടത്, ഒത്തിരി കാലം മുമ്പ് കേട്ടതാണ്. അതിനകത്ത് ആ പ്രസംഗിച്ച ആൾ പറഞ്ഞൊരു സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്തു. ഞാൻ എൻ്റെ ആ സ്റ്റഡി റൂമിൽ ഞാൻ തറയിലിരുന്ന് പ്രാർത്ഥിച്ചു. അത്രയ്ക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇതാണ്. അദ്ദേഹം പറഞ്ഞ സ്റ്റോറി ഇതാ. There was a great king who loved his bride, and he always dressed her in the simplest yet most elegant white linen. She needed no audacious colors on her face. She needed no wild hairdos. അദ്ദേഹം ആ സ്റ്റോറി പറഞ്ഞിങ്ങനെയാണ്. ഒരു വലിയ രാജാവ്, ആ രാജാവിൻ്റെ ഭാര്യ ബ്രൈഡ്, ആ രാജാവിൻ്റെ ഭാര്യ അദ്ദേഹം നടത്തിയിരുന്നത് ഏറ്റവും സിമ്പിളസ്റ്റായിട്ട്, ഏറ്റവും പ്യുവറായിട്ട്, ഏറ്റവും ഗോഡ്ലി ആയിട്ട്, ഒരാളുകൾക്കും ആകർഷണം തോന്നത്തക്ക നിലയിലുള്ള ഒരു ഡെക്കറേഷനും നടത്താതെയാണ് തൻ്റെ വൈഫിനെ താൻ ആ രാജ്യത്ത് നടത്തിയത്. ഏറ്റവും സിമ്പിളസ്റ്റായിട്ട്. ഷി വാസ് ബ്യൂട്ടിഫുൾ, simple, elegant, pure, godly. One day, this king goes on a long journey. He calls a steward and he said to him, I am going to entrust my bride to you. I am going. I have laid out for you in a book every rule I want you to maintain. I want nothing changed. I want nothing changed. അദ്ദേഹം തൻ്റെ സ്റ്റിവാർഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരു ദീർഘയാത്ര പോവുകയാണ്, കുറച്ചു കാലം, ഏറിയ നാൾ കഴിഞ്ഞ് മടങ്ങി വരുള്ളൂ. പക്ഷേ എൻ്റെ ഭാര്യയെ നീ നോക്കണം. നീ നോക്കേണ്ടത് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് ഈ പുസ്തകത്തിനകത്ത് ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അതിനകത്തൊന്ന് വള്ളിയോ പുള്ളിയോ മാറ്റാൻ പാടില്ല, ഇതുപോലെ തന്നെ നീ നോക്കണം. രാജാവ് ഈ സ്റ്റിവാർഡിനെ ഏൽപ്പിച്ചിട്ട് ലോങ് ജേണിക്ക് പോയി. സ്റ്റിവാർഡ്, യു ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ ടു ക്യാരി ഔട്ട് ദിസ് ബുക്ക്. ദ കിങ് goes, he is be away long time. All of a sudden the steward begins to realize that the people in the kingdom, they are losing the interest in the king because they are losing interest in the bride. അവർ റീസൺ പറഞ്ഞത്, she is too simple and too prudish. കുറച്ചു കാലം കഴിഞ്ഞപ്പം രാജ്യത്തിലെ ആളുകൾക്ക് ഈ രാജാവിനോടുള്ള സ്നേഹവും ഭക്തിയും ആദരവും ഒക്കെ കുറഞ്ഞു. അതിന് കാരണം രാജ്ഞിയെ കണ്ടിട്ട് ഒരാകർഷണവും ഇല്ല. അങ്ങോട്ടേക്ക് ആരെ അടുപ്പിക്കുന്ന ഒരു ഗിമ്മിക്കും രാജ്ഞി കാണിക്കുന്നില്ല. സ്റ്റിവാർഡിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, ഇതാണ് റൂൾ ഓഫ് ബുക്ക്, ഇത് മാത്രമേ നിനക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഈ സ്റ്റിവാർഡ് ഈ ജനത്തെ ആകർഷിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. നാട്ടുകാർ പറഞ്ഞു, ഷീ ഈസ് ഔട്ട് ഓഫ് സ്റ്റെപ്പ് വിത്ത് ദ ടൈംസ്. സോ ദ സ്റ്റിവാർഡ് തിങ്സ് ഇൻ ഹിസ് മൈൻഡ്, I have got it, I have figured out. She calls the bride, she calls her in, he calls her in, he takes off her white, elegant, godly dress and dresses her in something far more attractive to carnal man. Paint her face and then parade her up
and down to the street, and by doing so draws all the carnal wicked men back to fellowship supposedly with the king. എന്ന് പറഞ്ഞാൽ ഈ സ്റ്റുവാർഡ് ഈ രാജ്ഞിയുടെ ആ പുസ്തകം അങ്ങോട്ട് മാറ്റി. പുസ്തകം മാറ്റിയിട്ട് ഈ രാജ്ഞിയുടെ മുഖത്ത് കളർ ചെയ്തു. ഡ്രസ്സ് വൈറ്റ്, എലഗൻറ്റ്, ലിനൻ, പ്യുവർ, സിംപ്ലസ്, ഗോൾഡി, ആ ഡ്രസ്സെല്ലാം മാറ്റി കളർഫുൾ ഡ്രസ്സ് ധരിപ്പിച്ചു. എന്നിട്ട് സിറ്റിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരേഡ് നടത്തി. പരേഡ് നടത്തി കഴിഞ്ഞപ്പോൾ രാജാവിൽ നഷ്ടപ്പെട്ടു പോയ ജനത്തിൻ്റെ ഇൻട്രസ്റ്റ് ഈ ജഡീകരായ മനുഷ്യർ ഈ രാജ്ഞിയിൽ കണ്ട് ഈ രാജ്യത്തിലേക്ക് ആകൃഷ്ടരായി. എന്നിട്ട് ആ പ്രീച്ചർ പറഞ്ഞ വാചകം ഇതാണ്: ദാറ്റ് ഈസ് exactly what countless pastors are doing today in our churches. Got the seriousness of that story? ഇന്ന് കൗണ്ട്ലെസ് ആയിട്ടുള്ള പ്രീച്ചേഴ്സ് ദൈവത്തിൻ്റെ സഭയെ കർത്താവ് നയിക്കാൻ തന്നിരുന്ന ആ ഗൈഡ് മാറ്റി, ആ റൂള് മാറ്റി, ആ പുസ്തകം മാറ്റി, എന്നിട്ട് കാർണൽ മെന്നിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി വചനത്തിലില്ലാത്ത കളർ ചെയ്യാൻ തുടങ്ങി. വചനത്തിലില്ലാത്ത അല്ലെങ്കിൽ വൈറ്റ് ലിനൻ, പ്യുവർ, സിംപ്ലസ് ആ ഗാർമെന്റ് മാറ്റിയിട്ട് ജനത്തെ ആകർഷിക്കാനായിട്ടുള്ള ഓരോ മാർഗങ്ങൾ ചെയ്തു തുടങ്ങി. ആ സ്റ്റോറി എൻ്റെ ഹൃദയത്തെ തകർത്തു. എനിക്ക് ഉറപ്പായിട്ടറിയാം, ദൈവവചനം വായിക്കുന്ന ഏതൊരാൾക്കും അത് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ചർച്ചിൽ വേദപുസ്തകമുണ്ടോ? നമ്മുടെ ചർച്ചിലെ ദൈവം തൻ്റെ സഭ എന്ന ബ്രൈഡിനെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് ശുശ്രൂഷകന്മാരുടെ കയ്യിൽ അതിനെ റൂൾ ചെയ്യാനായിട്ട് ഒരു പുസ്തകം എഴുതി കൊടുത്തേക്കുക. ദിസ് ഈസ് ദ ബുക്ക്. ഇത് മാത്രമായിരിക്കണം റൂള്. ഈ റൂളിന് പുറത്ത് ഒരു കളർഫുള്ളും വേണ്ട, ഒരു ഹെയർ ഡോസും വേണ്ട, ഇതിൻ്റെ ലിനൻ വൈറ്റ് ഗാർമെൻറ്റ് മാറ്റണ്ട. എപ്പോഴും പ്യുവറായിരിക്കണം, വാട്ടമില്ലാത്തതായിരിക്കണം, മാലിന്യമില്ലാത്തതായിരിക്കണം, ഹോളി ആയിരിക്കണം. പക്ഷേ എന്തിയേ ജനത്തെ ആകർഷിക്കാൻ പുസ്തകം മടക്കി നമ്മൾ. ശരിയല്ലേ? ഞാൻ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ? കൗണ്ട്ലെസ് പ്രീച്ചേഴ്സ്. എന്തിനേറെ പറയുന്നു? അതുകൊണ്ട് കാർണൽ മെൻ ആർ ഫിൽഡ് വിത്ത് അവർ ലോക്കൽ ചർച്ചസ്. ആ സിംപ്ലസ്റ്റ് ബ്രൈഡിൻ്റെ ബ്യൂട്ടി കണ്ടോണ്ടോ ഞാൻ പോയി ലോങ് ടൈം കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നിടം വരെ ഈ ബ്രൈഡിനെ ഈ പുസ്തകപ്രകാരം നോക്കണം എന്ന് പറഞ്ഞത് കണ്ടോണ്ട് ആളുകൾ രാജ്യത്തിൽ നിന്ന് വന്നവരല്ല, മറിച്ച് ഈ പ്രൈഡ് പരേഡ് കണ്ടകത്ത് കയറിയവരാണ് കൂടുതലും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സ്റ്റോറി പറയാൻ കാര്യം, പീറ്റർ പരിശുദ്ധാത്മാവ് സഭയെ പ്രബോധിപ്പിച്ച കണ്ടോ. കഷ്ടതയുടെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ നീ നിൻ്റെ പ്യുവർ ഗാർമെൻറ്റ് മാറ്റണ്ട, നീ നിൻ്റെ വൈറ്റ് എലഗൻ ലിനൻ ഗോൾഡി ഡ്രസ്സ് മാറ്റണ്ട. വേണ്ടേ? അതിലേക്ക് ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുകയാണ്. കഷ്ടതയുടെ നടുവിലും രക്ഷയുടെ വലിപ്പം പറഞ്ഞ് സഭയെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതാണ് റൂള്. വെരി സാഡ്. നമുക്കിത് വേണ്ട എന്നതാണ്. കാരണം എന്താ? പീപ്പിൾ ആർ നോട്ട് അട്രാക്റ്റഡ് ടു ദ കിങ്ഡം. പീപ്പിൾ ആർ നോട്ട് അട്രാക്റ്റഡ് ടു ദ കിങ്. ലോങ് ടൈമായിട്ട് പോയതാ. പീപ്പിൾ ആർ നോട്ട് അട്രാക്റ്റഡ് വിത്ത് ദ ബ്രൈഡ്. ഇന്ന് പകൽ ഈ സന്ദേശം ഞാൻ കേട്ടപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ഇരുന്നു. ഞാൻ ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലിരുന്നു ഇത് വായിച്ചിട്ട്. നമ്മൾ പലതും കേൾക്കുമ്പം ഈ റൂള് ഞാൻ പോയി വരുന്നിടം വരെ കർത്താവ് തൻ്റെ സഭയെ പരിപാലിക്കാൻ തന്നത് ഈ റൂളാണ്. ഇത് അവരവർക്ക് വായിക്കാം. ഞാൻ അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കാം. ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് കേട്ടാണോ നമ്മൾ ആശ്വസിക്കുന്നത്? അതോ മനുഷ്യൻ പറയുന്ന എന്തെങ്കിലും കാര്യം കേട്ടാണോ നമ്മൾ ആശ്വസിക്കുന്നത്?
സത്യത്തിൽ ഈ വ്യാജ preachers, they have taken the simplicity of the bride of Christ, her magnificent beauty, her purity, her holiness, and they have tore it from her, and they dress up her and parade her in front of a carnal man, and they will be attracted to somehow come back to God. ഹൃദയത്തെ തകർക്കണം. ഈ റൂള് നമ്മൾ വായിക്കണം. ഇതനുസരിച്ച് നമ്മുടെ സഭ പോകണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. നോക്കട്ടെ, നമുക്ക് ഈ സംഭവങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ വായിച്ച വാക്യത്തിൻ്റെ അർത്ഥത്തിലേക്ക് പെട്ടെന്നൊന്ന് പോയി എൻ്റെ വാക്കുകൾ നിർത്താം. ഒരു പ്രൈസിലോടൊന്ന് പറയാമോ? കരമുയർത്തി. ഞാനീ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മുടെ സറൗണ്ടിങ്ങത്തിൽ സത്യമല്ലേ? നമ്മുടെ സഭയ്ക്ക് എന്താ ആകർഷണമില്ലാത്ത? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ പ്യുവർ ബ്രൈഡിനെ ആരും ആകർഷിക്കാത്ത? നമ്മുടെ കർത്താവ് പറഞ്ഞൊരു ഉപമയുണ്ടായിരുന്നല്ലോ, യജമാനൻ ദൂരദേശത്തേക്ക് യാത്രയായി. അവൻ വരും. അന്ന് വരെ ഞാൻ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യുന്നവർക്ക് എൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം. കർത്താവ് പറഞ്ഞ കാര്യമാണ്. മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടെയും 8-9 വാക്യം ഒന്ന് വായിച്ച്. 8-9 വാക്യം. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസത്തിലൂടെ പോവാം. പ്രയാസത്തിലൂടെ പോയപ്പം പരിശുദ്ധാത്മാവ് അവരോട് പറയുക, നിങ്ങൾ ഇതിൻ്റെ നടുവിൽ തളർന്നു പോകരുത്. നിങ്ങളിതിൻ്റെ നടുവിൽ കർത്താവിനെ ഇട്ടേച്ച് പോകരുത്. ഹാഫ് വഴിയിൽ വിശ്വാസത്യാഗികളായി നിങ്ങൾ തീരരുത്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുകയാണെന്നല്ല വായിച്ചത്, ഈ ക്രൈസിസിൻ്റെ നടുവിലും ഞങ്ങൾ ആനന്ദിക്കുന്നു. ഞങ്ങൾ ഇതിൻ്റെ നടുവിലും ചിലത് പ്രതീക്ഷിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരിക്കൽ 2 പേര് ചർച്ചിൽ പോയി. ചർച്ചിൽ ചെന്നപ്പം ചർച്ച് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പം ഭയങ്കര തോരാത്ത മഴ. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരാൾ മറ്റേ ആളോട് പറഞ്ഞു, എന്തൊരു മഴയാണിത്, യോഗത്തിന് വരാണ്ടായിരുന്നു, വീട്ടിലെങ്ങനെ ഇരുന്നാൽ മതിയായിരുന്നു. മറ്റേയാൾ ഈ വ്യക്തിയോട് പറഞ്ഞു, സഹോദരാ, ഈ ഭൂമിയിൽ ഇന്നയോളം പെയ്ത ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ശരിയല്ലേ പറഞ്ഞ കാര്യം? അതിൽ നിന്നാണ്, ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നൊരു പാട്ടുണ്ട്. ഒരു കാത്തലിക് കപ്പൂജിൻ എഴുതിയ പാട്ടാണ്. ഞാൻ ആ പാട്ടിലേക്കൊന്ന് പോകാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്. ഒരു പ്രയാസവും തീരാതിരുന്നിട്ടില്ല, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു വൈഷമ്യവും എന്നേക്കും നിലനിൽക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ആ രാജ്യത്തിൽ സന്തോഷിപ്പീൻ. പ്രൈസ് ലോർഡ്. നമുക്ക് അതൊരു അല്പം ഒരു 4-5 കാര്യം ഒന്ന് പറഞ്ഞിട്ട് വാക്കുകൾ വേഗത്തിൽ നിർത്താം. ഞാൻ അധികം മുന്നോട്ട് പോകുന്നില്ല, വളരെ വേഗത്തിൽ മുന്നോട്ട് എൻ്റെ വാക്കുകൾ നിർത്താം. ഇവിടെ 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു. നമ്മളിപ്പോൾ വായിച്ച 8-ാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് എഴുതിയേക്കുക. 7-8 അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞാലേ, ഞാൻ ഇന്ന് രാവിലെ കഷ്ടതയുടെ കോണ്ടസ്റ്റിലാണ് എഴുതുന്നത്. കഷ്ടതയുടെ കോണ്ടസ്റ്റിൽ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുമോ? എത്ര പേർക്ക് സ്നേഹിക്കാൻ പറ്റും? ആർക്ക് സ്നേഹിക്കാൻ പറ്റുകയില്ല. നമ്മൾ കർത്താവിനോട് പിണക്കമായിരിക്കും. പക്ഷേ ആ ലേഖനം ആ സഭയ്ക്കെഴുതുന്ന കണ്ടോ, ഞങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഏത് പ്രയാസത്തിൻ്റെ നടുവിൽ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പിശാച് എന്നാ ചെയ്യുന്നറിയാമോ? പിശാച് പറയും, ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞ പോലെ, എന്തിനാ അവനെ സ്നേഹിക്കുന്നേ? അവനെ തള്ളി പറഞ്ഞുകൂടെ? എന്തെല്ലാം വേദനകളാണ് വരുന്നത്. പക്ഷേ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പറയും, ദൈവത്തിൻ്റെ സ്നേഹമോ തൻ്റെ ആത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തേക്കുക?
അങ്ങനെ ഹൃദയത്തിൽ ദൈവസ്നേഹം നൽകിയ ഹോളി സ്പിരിറ്റ് നമ്മോട് പറയുന്നത് എന്നാണെന്നറിയാമോ? ഞങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. രോഗം വരുമ്പം, ദുഃഖം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത കഷ്ടതകൾ ജീവിതത്തിൽ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോൾ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അങ്ങനെ പറയാൻ സാധിക്കണം. അതാണ് സ്പിരിച്വാലിറ്റി. സത്യത്തിൽ നമ്മളിതൊക്കെ പുറമേ വായിച്ചങ്ങ് വിടുകയാണല്ലേ. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാറുമില്ല. നമ്മളിതൊന്നും, ഒരു ഭക്തൻ പറഞ്ഞ പോലെ, നമ്മൾ വേദപുസ്തകം ആസ്വദിച്ച് വായിക്കാറില്ല എന്നാണ് ഒരാൾ പറഞ്ഞത്. ശരിയല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെ ആയിരുന്നു. വേദപുസ്തകം ആസ്വദിച്ച് വായിക്കാറില്ല. യോഗത്തിന് വരുന്നു, ഇരിക്കുന്നു, നല്ല പ്രസംഗമാണെങ്കിൽ കൊള്ളാമെന്ന് പറയും, നല്ല അടുത്തിരിക്കുന്ന ആളെ തോണ്ടി വർത്താനം പറയും, നമ്മൾ തിരിച്ചു പോകുന്നു, ഇത്രേ ഉള്ളൂ. പക്ഷേ ആസ്വദിച്ച് തിരുവെഴുത്ത് വായിക്കാൻ വേണ്ടി എഴുതിയേക്കുക, അവനെ കണ്ടിട്ടില്ല ഞങ്ങൾ കഷ്ടതയിലാണ്. പിശാച് പറയും അവനെ തള്ളിപ്പറയാൻ. ഈ വേദനയുടെ നടുവിൽ പിശാച് പറയും ആത്മീയത നിർത്താൻ. പിശാച് പറയും യോഗം ബഹിഷ്കരിക്കാൻ. പിശാച് പറയും കർത്താവിനെ വിട്ടുപോകാൻ. പക്ഷേ ഭക്തന്മാരോട് ആത്മാവ് പറയുകയാണ്, ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. അങ്ങനെ പറയാൻ സാധിക്കണം. കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം കർത്താവ് നമ്മളെ സ്നേഹിച്ചു, എന്നിട്ടാണ് നമ്മളോട് സ്നേഹിക്കാൻ എന്ത് ചെയ്ത് നിൽക്കുന്നത്? ഇന്ന് ജോനാഥാനല്ലേ വാക്യം പറഞ്ഞത്? ഹി ലവ്ഡ് us ഫസ്റ്റ്. അവൻ ഞങ്ങളെ ആദ്യം, എന്തൊരു വാക്യ! ഹി ചോസൺ us ഫസ്റ്റ്. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ കണ്ടു, എന്നെ വിളിച്ചു. അവൻ്റെ സ്നേഹം എൻ്റെ അകത്ത് വിത്താക്കി ഇംപ്ലാന്റ് ചെയ്തു. പീറ്റർ പറയാ, ഞങ്ങളവനെ പീറ്റർ കണ്ടതാ കേട്ടോ. ഞങ്ങളവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഞങ്ങളവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അങ്ങനെങ്കിൽ ഈ കഷ്ടതയിൽ നമ്മുടെ റെസ്പോൺസ് എന്താണെന്നറിയാമോ? ലവ് യുവർ ഗോഡ്. അവനെ ആരെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. പക്ഷെ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രൈഡിൻ്റെ മുഖത്ത് പെയിൻ്റ് അടിക്കാൻ പാടില്ല, റൂള് മാറ്റാൻ പാടില്ല. ജനത്തെ, കാർണൽ പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മായം കലർത്തരുത്. സ്തോത്രം. ഞങ്ങളവനെ കണ്ടിട്ടില്ല. ഇൻ സഫറിങ് വി ആർ ലവിങ് ക്രൈസ്റ്റ് ഈവൻ ദോ വി നെവർ സീൻ ഹിം. ഞങ്ങളവനെ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങനെ പറയാനായിട്ട് സാധിക്കണം. അങ്ങനെ പറയാനായിട്ട് സാധിക്കണം. രണ്ട്, അടുത്ത ഇനി നിങ്ങൾ നോക്കി ആ വാക്യം. ഇപ്പോൾ കാണാതെ, രണ്ടാമത്തെ കാര്യം അവിടെ തന്നെ ഉണ്ട്, കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിനകത്ത് വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഈ പീറ്റർ എല്ലാം കൂടെ ഒരിക്കലും ഇരുന്നപ്പോഴാണ് തോമസ് യേശുവിനോട് പറഞ്ഞായിരുന്നു, ഞാൻ കാണാതെ എന്ത് ചെയ്യല. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ അവരോട് പറയുന്നുണ്ട്, തോമസേ, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഒരു പക്ഷേ പീറ്ററിനെ കൊണ്ട് ആത്മാവ് ദൈവശ്വാസീയമായി എപ്പിസോഡ് എഴുതിച്ചപ്പം ഈ ഭാഗം വന്നപ്പോൾ അന്നത്തെ കാര്യം ഓർപ്പിച്ചു. 40 വർഷം മുമ്പ് നടന്ന കാര്യം, 30 വർഷം മുമ്പ് നടന്ന കാര്യം ഓർപ്പിച്ചിട്ട് പീറ്റർ യൂണിവേഴ്സൽ ചർച്ചിനെഴുതി, ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നു. കഷ്ടതയിൽ കാണാത്തവനെ സ്നേഹിക്കാം, കാണാത്തവനെ വിശ്വസിക്കാം, കാണാത്തവനെ വിശ്വസിക്കാം. ഈ കഴിഞ്ഞ ആഴ്ചത്തെ സർമ്മം കഴിഞ്ഞപ്പോൾ ജോയിച്ചാൻ പ്രാർത്ഥിക്കാൻ നേരത്തെ റോമൻസ് 5 വാക്യങ്ങൾ കോട്ട് ചെയ്തിരുന്നു. കഷ്ടതയിൽ പ്രശംസിക്കുന്നു. കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ്, ദാറ്റ് വി നോ, അറിഞ്ഞ്. അതറിയാത്തവർക്ക് സന്തോഷിക്കാൻ എന്ത് ചെയ്യത്തില്ല. അതറിയാത്തവർ മുറുമുറുക്കും, പിറുപിറുക്കും, കർത്താവിനോട് പിണങ്ങും, സഭയോട് പിണങ്ങും. പക്ഷെ അത് അറിഞ്ഞവർക്ക്
കാണാതെ വിശ്വസിക്കാം, കാണാതെ സ്നേഹിക്കാം. എത്ര അനുഗ്രഹിക്കപ്പെട്ട പ്രബോധനമാണെന്ന് കണ്ടോ. എന്നിട്ട് ഈ സ്നേഹിക്കുവാണെങ്കിൽ നമ്മൾ വിശ്വസിക്കും, റൈറ്റ്? ഒരാളെ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ വിശ്വസിക്കത്തില്ലേ? വിശ്വസിക്കും, ഉറപ്പായിട്ടും വിശ്വസിക്കും. കർത്താവിനെ സ്നേഹിക്കാം, ആ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം. സ്തോത്രം, സ്തോത്രം. നോക്കൂ, എന്നിട്ട് എന്ന് മാത്രമല്ല പറയുന്നത്, അടുത്ത വാക്ക് കണ്ടോ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. 3 കാര്യം അവിടെ ഉണ്ട്. 1, കഷ്ടതയിൽ സ്നേഹിക്കുന്നു. 2, കഷ്ടതയിൽ വിശ്വസിക്കുന്നു. 3, കഷ്ടതയിൽ ആനന്ദിക്കുന്നു. ഇത് 3 പ്രാക്ടിക്കലി ചെയ്യാൻ വളരെ പ്രയാസമാണ്, ശരിയല്ലേ? കഷ്ടതയിൽ വിശ്വാസം പതറും, കഷ്ടതയിൽ സ്നേഹം തണുക്കും, കഷ്ടതയിൽ ആനന്ദം ഇല്ലാതാകും. എന്നാൽ ആത്മാവ് സഭകളോട് പറയുന്നത് കേട്ടോ, കഷ്ടതയിൽ സ്നേഹിക്കണം, കഷ്ടതയിൽ വിശ്വസിക്കണം, കഷ്ടതയിൽ ആനന്ദിക്കണം. എന്താ ആനന്ദിക്കണ്ടേ? ആനന്ദിക്കേണ്ടത് കഷ്ടത ആനന്ദിക്കണമെന്നല്ല, അത് പറ്റില്ല. കഷ്ടത വേദനയാണ്. കഷ്ടത നമ്മളെ വേദനിപ്പിക്കും, കരയിപ്പിക്കും, നമ്മളെ മിണ്ടാതാക്കും, തല താഴ്ത്തും. പക്ഷേ കഷ്ടതയുടെ നടുവിലും നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിൽ സന്തോഷിക്കാം, അവൻ്റെ വചനത്തിങ്കൽ ആനന്ദിക്കാം. കഷ്ടതയിൽ സാഹചര്യത്തിൽ സന്തോഷിക്കാൻ കഴിയില്ല, പക്ഷേ സാഹചര്യത്തിൻ്റെ നടുവിലും എൻ്റെ കർത്താവിൽ എനിക്ക് ആനന്ദിക്കാൻ കഴിയണം. അതിന് വിശ്വസിക്കണം, അതിന് സ്നേഹിക്കണം, അടുത്തത് അവനിൽ സന്തോഷിക്കാം. Praise the Lord. Even in the midst of crisis, we can rejoice in the person and the work of our Lord Jesus Christ. കർത്താവാണ് എല്ലാം. കർത്താവാണ്. കണ്ടിട്ടില്ല സ്നേഹിക്കുന്നു, കേട്ടിട്ടില്ല വിശ്വസിക്കുന്നു, കഷ്ടതയാണ് അവനിൽ ആനന്ദിക്കുന്നു. ആ വാക്യം വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ, അതൊരല്പം പ്രയാസമാണ് ട്രാൻസ്ലേഷൻ. അതിൻ്റെ ഒരു സിമ്പിൾ ട്രാൻസ്ലേഷൻ, യു ആർ റിസീവിങ് ദ കൺസ്യൂമേഷൻ ഓഫ് യുവർ ഫെയ്ത്ത് ആൻഡ് ദ ഫൈനൽ സാൽവേഷൻ ഓഫ് യുവർ സോൾ. ദാറ്റ് ഇസ് എ സിമ്പിൾ ട്രാൻസ്ലേഷൻ ഓഫ് ദാറ്റ് വേർഡ്സ്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയും അതിൻ്റെ അവസാനം ആത്മരക്ഷ പ്രാപിക്കുകയും ചെയ്യും. വിശ്വാസം വർദ്ധിക്കുന്നില്ലെങ്കിലോ? എന്തുകൊണ്ടാണ് ദൈവസഭയോട് നമുക്ക് അട്രാക്ഷൻ ഇല്ലാത്തതെന്നറിയാവോ? ഇതിനകത്ത് പുസ്തകത്തിൻ്റെ പുറത്തെ കളർഫുൾ പെയിൻറ്റിങ് ഇല്ലാത്തതുകൊണ്ടാണ്. ആ രാജാവ് തന്ന പുസ്തകത്തിന് ഒരു പെയിൻറ്റിങ്ങും ഇല്ല, ഒരു ഹെയർ ഡോസും ചെയ്യാൻ പാടില്ല, ആ വൈറ്റ് ലിനൻ ഗാർമെൻറ്റ് മാറ്റാനും അനുവാദമില്ല. സ്തോത്രം. എനിക്ക് വളരെ റിച്ചാണ് അടുത്ത വാക്യങ്ങളൊക്കെ. ഒന്ന് വായിച്ചു നോക്കി, അത് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ എനിക്ക് ചർച്ചയിൽ എല്ലാവരും കേൾക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾ വളരെ കുറവാണെങ്കിലും ആ വാക്യം നോക്കി, 9, 10, 9-ാം വാക്യം വരെ ഒരുവിധം മനസ്സിലായില്ല, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. 10-ാമത്തെ വാക്യം എങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഈ 9-ാമത്തെ വാക്യത്തിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. കഷ്ടതയിൽ നമ്മൾ പ്രാപിക്കണം, വി റിസീവ് സംതിങ് ഫ്രം ദ ലോഡ്. അവനെ പ്രാപിക്കണം, അവൻ്റെ മഹിമ പ്രാപിക്കണം എന്നെഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെങ്കിൽ കഷ്ടതയിൽ സ്നേഹിക്കണം, കഷ്ടതയിൽ സന്തോഷിക്കണം, കഷ്ടതയിൽ വിശ്വസിക്കണം, കഷ്ടതയിൽ അവൻ്റെ മഹിമ പ്രാപിക്കണം. എല്ലാവരുടെയും പുസ്തകത്തിലുണ്ടല്ലോ പറഞ്ഞ കാര്യങ്ങളെല്ലാം. എന്നിട്ട് 10-ാമത്തെ വാക്യം കണ്ടോ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞന്വേഷിച്ചു. എല്ലാവരും ആ വാക്യത്തെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ ജീവൻ പോകാൻ ക്യൂവിൽ നിൽക്കുക ഇവർ. ക്രിസ്ത്യൻ എന്ന പേര് പറഞ്ഞാൽ മരണം ഉറപ്പാണ്. ഇതിനകത്ത് സ്ത്രീകളും കുട്ടികളുമാണ് ലാർജ് നമ്പേഴ്സ്, പുരുഷന്മാർ വളരെ കുറവാണെന്ന്.
ഇവർ അൺഎഡ്യൂക്കേറ്റഡ് ആണ്. ഇവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഗ്രഹിക്കാനുള്ള ലോകപരിചയമില്ല. പക്ഷേ ചാകാൻ നിൽക്കുന്ന, കൊല്ലാൻ നിൽക്കുന്നവരുടെ മുന്നിൽ മരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഇവരോട് പറയുക, ദേ ഈ കൃപയുണ്ടല്ലോ. ഏത് കൃപ? മരിക്കാൻ പോകുന്ന രക്ഷയുടെ ഈ കൃപ. അതിനെപ്പറ്റി പലരും ആരാഞ്ഞു അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥന OT പ്രവാചകന്മാർ അവര് മോശയിലൂടെ പറഞ്ഞതും ദാവീദിലൂടെ പറഞ്ഞതും യെരമ്യാവിലൂടെ പറഞ്ഞതും പോസ്റ്റ് എക്സൈലിക് പ്രീ എക്സൈലിക് പ്രോവൻസിലൂടെ പറഞ്ഞ പുസ്തകങ്ങളെല്ലാം അവരെടുത്തു, വായിച്ചു, അന്വേഷിച്ചു. ഒരു മശിഹ വരുമെന്ന് അവർക്ക് മനസ്സിലായി. ആ മശിഹ മരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവനിൽ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ സഭയായി എഴുന്നേൽക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അതിനെ 11-ാം വാക്യത്തിൽ ആത്മാവ് വിളിക്കുക, വരുവാനുള്ള കൃപയെക്കുറിച്ച് ആരാഞ്ഞ് അന്വേഷിച്ചവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഞങ്ങൾക്കായിരുന്നില്ല, നമുക്കായിരുന്നു. അർത്ഥം മനസ്സിലായോ? ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ വിവരിച്ചു തരാം. അതിൻ്റെ അർത്ഥം യെരമ്യാവും എസക്കിയേലും ജെറമായ അല്ലെങ്കിൽ ഐസിയായും മലാഖ് വരെയുള്ള പ്രവാചകന്മാർ പഴയ നിയമത്തിലെ പ്രവചനമൊക്കെ എടുത്തിട്ട് യെശയ്യാ 53 വായിച്ചു, സങ്കീർത്തനം 22 വായിച്ചു, മോശ പറഞ്ഞ പ്രവചനങ്ങൾ വായിച്ചു. അവർ വായിച്ച് അതിനെപ്പറ്റി ഒരു ഗവേഷണം നടത്തിയിട്ട് അവർ പറയാ, ഇത് നമ്മുടെ കാലത്ത് നടക്കുകയില്ല, മശിഹായെ കാണാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ശിമ്യോൻ എൻ്റെ കണ്ണവനെ അത് എത്ര മർമ്മല്ല, എത്ര അർത്ഥമാണെന്ന് നോക്കിയ വാക്യങ്ങൾ. അവരാരാഞ്ഞന്വേഷിച്ചു, എന്നാൽ ആ പുരോഹിത ഗണത്തിലെ ഒടുവിലെന്ന് പറയാവുന്ന ആ ശിമ്യോൻ കർത്താവിനെ കണ്ടു. അവരെല്ലാം ആരാഞ്ഞന്വേഷിച്ചു. പക്ഷേ ആ ശിമ്യോനും ആ റിഡൻറ്റീവ് ചർച്ച് പ്ലാനിനകത്ത് വന്നില്ല. അവർ തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായി ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, വേദനയിലും പ്രയാസത്തിലും കർത്താവിനെ സേർവ് ചെയ്യുന്ന നമുക്ക് വേണ്ടിയാണ് അന്ന് അവർ പ്രവചിച്ചതെന്ന് ഈ പ്രവാചകന്മാർക്ക് അന്ന് മനസ്സിലായി. കഷ്ടതയിലിരിക്കുന്ന സഭയോട് പറയുക, ഈ കൃപ മരണമാണ് മുന്നിലെങ്കിലും കാണാതെ വിശ്വസിച്ച കൃപ, കാണാതെ സന്തോഷിച്ച കൃപ, കാണാതെ പ്രാപിക്കാൻ കാത്തിരുന്ന കൃപ, ഈ കൃപ അവർക്ക് കാണാൻ പറ്റിയില്ല, നമ്മുടെ സ്വന്തം കണ്ണാൽ കണ്ടു. സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ വേദഭാഗം ഇന്നേക്കൊരു 10 വർഷമെങ്കിലും മുമ്പ് പഠിച്ചൊരു വേദഭാഗമാണ്. 10 വർഷം, ഒട്ടും എക്സാജറേഷൻ പറയില്ല, 10 വർഷം മുമ്പെങ്കിലും പഠിച്ച. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കൂടുതൽ ഞാനൊന്ന് വായിച്ചു, ഇതിനെ ഒന്ന് പറയാനായിട്ട് കൂടുതൽ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഡയറിയിൽ ഒത്തിരി എഴുതി വെച്ചു. കർത്താവിനെക്കുറിച്ച് പറയുന്നു, ഈ വാക്യത്തിനകത്തുള്ള കർത്താവിനെക്കുറിച്ച് പറയുന്നു, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുന്നു, രക്ഷയുടെ ശ്രേഷ്ഠതയെപ്പറ്റി പറയുന്നു, അത് ലഭിച്ചത് മഹാഭാഗ്യമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ പ്രബോധന സഭയോട് പറഞ്ഞിട്ട് പറയുക, അതിൽ നിങ്ങൾ ആനന്ദിപ്പീൻ. കണ്ടോ, നിലനിൽക്കുന്ന സന്തോഷം ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ വരുവാനുള്ള മഹിമയെ ഓർത്ത് മാത്രമാണ്, വേറൊന്നുമല്ല. ഈ ഇതിനകത്ത് വളരെ അത്ഭുതകരമായൊരു കാര്യം, ഈ OT പ്രവാചകന്മാരെ അവർ പ്രവചിച്ചു ഒരു സഫറിങ് സെർവൻ്റ് വരും, പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. അതാ പറഞ്ഞത്, അവർ അതിനകത്ത് ചില പ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടോ, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് നോക്കി. ആ യെശയ്യാവിലൂടെ അന്ന് പ്രവചിച്ച ആത്മാവിനെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വിളിച്ചേക്കുക ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്.
അവരിലുള്ള അബ്രഹാമിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്, നോഹയിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്, മോശയിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ്, പഴയ നിയമത്തിൽ വിശുദ്ധന്മാരിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും കുറിച്ച് പ്രവചിച്ചു. ഇത് രണ്ടിനെയും കൂടെ ചേർത്താൽ ഇങ്ങനെ പറയാം: കർത്താവ് ക്രൂശിൽ മരിക്കും, കർത്താവ് വീണ്ടും വരും. ഈ രണ്ട് പ്രവചനം എവിടെ ഉണ്ടായിരുന്നു? പഴയ നിയമത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു കാലം ഉണ്ടായിരുന്നു. ഏതാ? ഒരു റിഡംറ്റീവ് കമ്മ്യൂണിറ്റി. നമ്മൾ അതിനെപ്പറ്റി OT പ്രവാചകന്മാർക്ക് വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ടാ ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ചില്ലേ, എപ്പോഴാണ് രാജ്യം സ്ഥാപിക്കുന്നേ? അവരോർത്തത് സഫറിംഗ് സെർവൻ്റ് മരിക്കും, ഉയർക്കും, രാജ്യസ്ഥാപനം നടക്കും. ഞാൻ ക്രൂശിക്കപ്പെടും, എന്നെ കൊല്ലും, ഞാൻ അടക്കപ്പെടും. പീറ്റർ എന്നാ പറഞ്ഞത്? നോ നോ നോ. കാര്യം അവർക്ക് അവിടെയും വ്യക്തതയില്ലായിരുന്നു. അവരുടെ മശിഹായ ആരെങ്കിലും കൊല്ലുമെന്ന് അവർക്ക് വ്യക്തതയില്ലായിരുന്നു. പക്ഷേ എന്നാൽ നമുക്കോ തൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി. അതുകൊണ്ട് ഈ വാക്യമാണ് സത്യത്തിൽ കൊരിന്ത്യർ വായിക്കുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെയും. നമ്മൾ ഈ വാക്യം ചുമ്മാതെ ഉപയോഗിക്കുന്നത്. അത് രക്ഷയുടെ, നമ്മുടെ കർത്താവിൻ്റെ മഹത്വം തൻ്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെട്ടി എന്ന് പറയാനാണ് ആ വാക്യം. സ്തോത്രം. ഇതിനെ മനോഹരമായിട്ട് പോൾ പറയുന്നുണ്ട്. എഫീഷ്യൻസ് 3:1-11. ഇത് ആ മർമ്മം ഞാൻ നിങ്ങളോട് പറയാം. ഇത് പഴയ നിയമത്തിൽ ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്കോ തൻ്റെ ആത്മാവിനെ വെളിപ്പെട്ടു. അവൻ്റെ അൺഫാത്തമബിൾ റിച്ചസ്. വായിക്കുന്നില്ലേ? ഈ കാര്യമാണ് പീറ്റർ പറഞ്ഞ കാര്യമാണ് പരിശുദ്ധാത്മാവ് എഫീസ് ലേഖനത്തിൽ എഴുതിയേക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: നമ്മുടെ വേദനയുടെ നടുവിലും കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിൽ പ്രത്യാശിക്കാം, കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിനെ സ്നേഹിക്കാം, കർത്താവിൽ നിന്ന് പ്രാപിക്കാം. എന്നിട്ട് അവർക്ക് പോലും ലഭിക്കാത്ത മഹാഭാഗ്യമെന്ന ഈ ശ്രേഷ്ഠ രക്ഷ ദൈവം നമുക്ക് തന്നു. സത്യത്തിലുണ്ടല്ലോ, ആരാധന എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോഴാണ് ആരാധന. റോമാലേഖനം 12:1. സഹോദരന്മാർ, ദൈവത്തിൻ്റെ മനസ്സലിവ്. എന്താ ദൈവത്തിൻ്റെ മനസ്സലിവ്? ഞാനീ പറഞ്ഞതാ ദൈവത്തിൻ്റെ മനസ്സലിവ്. ദൈവത്തിൻ്റെ മനസ്സലിവ് കേട്ടിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ജീവിതം മുഴുവൻ സറണ്ടർ ചെയ്യണം. ഈ ചില ആളുകൾ ചിന്തിച്ചേക്കുന്ന ഈ സൺഡേ സർവീസ് എന്നുള്ളത് ഈ സർവീസ് സ്റ്റേഷൻ പോലാണെന്ന്. എന്ന് പറഞ്ഞാൽ ആഴ്ച 7 ദിവസം വണ്ടി ഓടി മൊത്തം ചെളിയായി സൺഡേ വന്ന് കഴുകി കളഞ്ഞിട്ട് മൺഡേ പോകുന്ന പരിപാടി അല്ല. നോ 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 നോ. ഇത് ലൈവ് കണക്ഷനാണ്. 24/7 ബന്ധമാണ്, ജീവൽ ബന്ധമാണ്. അവൻ്റെ ദിവ്യ സ്വഭാവം, അവൻ്റെ ജീവരസം എന്നിലൂടെ ഒഴുകുന്ന ബന്ധമാണ്. നാമം അവൻ്റെ അടുക്കൽ വന്നിട്ട് ചത്ത കല്ലായിരുന്ന നമ്മളെ മാംസളമായ ജീവനുള്ള ദേഹിയാക്കി തീർത്ത അന്ന് മുതൽ തുടങ്ങിയ ബന്ധമാണ്. വിശ്വാസത്തിൻ്റെ ആത്മരക്ഷ പൂർണ്ണമായും പ്രാപിക്കുന്നിടം വരെ. സ്തോത്രം. സമയം ഒത്തിരി പോയി. ഇതിങ്ങനെ പറഞ്ഞ് എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും പ്രസംഗിക്കാൻ പറ്റും. അവരെ കണ്ടിട്ടില്ല, സ്നേഹിക്കുന്നു. ആ വാക്യം മനസ്സിലായോ? നോക്കിയോ, ഒന്ന് വായിച്ചു നോക്കിയോ എല്ലാവരും. അവരുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും മുൻപ് കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞ് നോക്കി. ഒടുവിൽ യെശയ്യാവിന് മനസ്സിലായി, ഞാൻ പ്രവചിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്ര ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്നയച്ച പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർ ഈ സുവിശേഷം അറിയിപ്പാൻ അതിപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. ഏത്? ആ ഗോസ്പൽ ട്രൂത്ത് നമ്മളെ ഗ്രഹിപ്പിച്ചു. ഈ സന്തോഷത്തിലേക്ക് ദൈവത്തിൻ്റെ ദൂതന്മാരും
കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ 4 കാറ്റഗറി ഉണ്ട്. OT prophet, the great angels and the apostles and the third person of Trinity. പഴയ നിയമ പ്രവാചകന്മാരെ കൊണ്ടുവന്നു, ദൂതന്മാരെ കൊണ്ടുവന്നു, അപ്പോസ്തലന്മാരെ കൊണ്ടുവന്നു, പരിശുദ്ധാത്മാവിനെ കൊണ്ടുവന്നു. എന്തിനാണെന്നറിയാമോ? സച്ച് എ ഗ്രേറ്റ് സാൽവേഷൻ എന്താണെന്ന് പറഞ്ഞ് അതിൽ നമ്മെ ഉറപ്പിക്കേണ്ടതിന്. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. സത്യത്തിൽ ഇതാ ആനന്ദം, ഇതാ സന്തോഷം, ഇതാണ് ട്രൂ സ്പിരിച്വാലിറ്റി. ആമേൻ. 13-ാം വാക്യം വായിച്ച് നിർത്താൻ പോവാ. വായിക്കുമ്പോൾ അതിൻ്റെ കണക്ഷൻ എത്ര മനോഹരമായിട്ടാണ് ആത്മാവ് എഴുതിയേക്കുന്നത് കണ്ടോ? അത് ആകയാൽ നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെടണ്ട, വ്യാകുലപ്പെടണ്ട, കരയണ്ട, മനസ്സിളകേണ്ട, മനസ്സുറപ്പിക്കാം, നിർമ്മതരായിരിക്കാം, പ്രത്യാശയുള്ളവരായിരിക്കാം. എല്ലാ നടപ്പിലും അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവീൻ. സ്ട്രോങ് എക്സോട്ടേഷൻ. ഞാൻ ഈ പറഞ്ഞ കാര്യം ഗ്രഹിച്ചെങ്കിൽ മാത്രം ഒരു പ്രൈസലോട് പറയാമോ? ഹൃദയത്തിന് ആനന്ദമാണോ ഈ സന്ദേശം? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവം തന്ന പുസ്തകത്തിൽ നിന്ന് വിട്ട് മണവാട്ടിയോടൊന്നും ചെയ്യില്ല, ഒരു കളർ പഠിക്കില്ല. ആ വൈറ്റ് ഇലഗൻ ലിനൻ ഗോൾഡി ഡ്രസ് ഞാൻ മാറ്റില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഈ പുസ്തകത്തിന് മുമ്പാകെ ഇരുന്ന് നിലവിളിക്കാറുണ്ട്, കരയാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആനന്ദം എൻ്റെ വൈഫ് ഇട്ടിട്ടുണ്ട്. വേറൊന്നിലുമല്ല. അവൾ വേദപുസ്തകം ഒത്തിരി നേരം വായിച്ചു കഴിയുമ്പോൾ എന്നോട് പറയും, സന്യാസത്തിന് പോയാൽ മതിയായിരുന്നതൊക്കെ ഇടയ്ക്ക് എന്നോട് സ്നേഹത്തോടെ പറയാറ്. ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ സ്റ്റേജ് എന്ന് പറയുന്നതിന് മുമ്പ് കണ്ണുനീരോടെ ഞാൻ ഈ വാക്യങ്ങൾ ഓരോ അക്ഷരവും വായിച്ചിട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ ഏർലി എഴുന്നേറ്റു. ഞാൻ ഈ 12-ാമത്തെ 13-ാമത്തെ 11-ഉം 12-ഉം ഒക്കെ ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് ആ വാക്യം വായിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ റൂമിൽ കിടന്ന് നടന്നു. ഒന്നിലും മനസ്സ് തളരണ്ട. കഷ്ടതയുടെ നടുവിലും അവനിൽ വിശ്വസിക്കാം. കണ്ടിട്ടില്ല